ആന്റണി വർഗീസ് പെപ്പയെ നായകനാക്കി നവാഗതനായി ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്ത ചിത്രമാണ് ദാവീദ്. ആഷിഖ് അബു എന്ന കഥാപാത്രമായിട്ടാണ് പെപ്പെ ചിത്രത്തിലെത്തുന്നത്. എന്നാൽ മട്ടാഞ്ചേരിക്കാരൻ ആഷിഖ് അബുവിന്റെ മാത്രം കഥയല്ല ദാവീദ്. സൈനുൽ അഗ്മാദോവ് എന്ന ലോക ബോക്സിംഗ് ചാമ്പ്യനെ കുറിച്ച് മാത്രമല്ല ദാവീദ് പറയുന്നത്. ഇരുവരുടെയും ബോക്സിംഗിനേക്കാൾ കരുത്തു നിറഞ്ഞ തന്റേടവുമായി ജീവിക്കുന്ന ഷെറിനെ കുറിച്ച് കൂടിയാണ്. തന്റെ പങ്കാളിയെ തകർക്കാൻ മറ്റൊരാൾ അവളുടെ ജോലി തെറിപ്പിക്കുന്നു. എന്നാൽ തനിക്ക് പണിയെടുത്ത് ജീവിക്കാനുള്ള മനസ്സുള്ള കാലത്തോളം ആർക്കു മുന്നിലും തല കുനിക്കില്ലെന്ന ആത്മവിശ്വാസത്തോട് പറയുകയാണ് ഷെറിൻ. ഒരു പുറമ്പോക്ക് ഭൂമിയിൽ ജീവിക്കുന്ന കുടുംബമാണ് അബുവിൻ്റെത്. അവനും പങ്കാളിയായ ഷെറിനും 4ാം ക്ലാസ്സുകാരിയായ മകളും ചേർന്നതാണ് അവരുടെ കുടുംബം. എന്നാൽ 3 അംഗങ്ങളുള്ള ആ കുടുംബത്തിലെ ആകെയുള്ള വരുമാനം ഷെറിന്റെ ജോലിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ജീവിക്കുന്നത് പുറമ്പോക്കിലായതുകൊണ്ട് പണയം വയ്ക്കാൻ സ്വന്തമായി ആധാരം പോലുമില്ലെന്ന് അവൾ ഇടയ്ക്ക് മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ പിന്നീട് തന്റെ പങ്കാളി കാരണം അവൾക്ക് ആകെയുണ്ടായിരുന്ന ജോലിയും നഷ്ടപ്പെടുകയാണ്. ആവശ്യത്തിന് സമ്പത്തോ സ്വന്തമെന്ന് പറയാൻ വീടോ ഇല്ലെങ്കിലും ആത്മാഭിമാനം ഷെറിന് നല്ലവണ്ണമുണ്ട്. ഇനി ആ ജോലിക്ക് വരേണ്ടതില്ലെന്നും നാളെ മുതൽ അവൾക്ക് പകരം മറ്റൊരാളെ അവിടെ കൊണ്ടുവരികയാണെന്നും പറയുന്ന ഒരു രംഗം സിനിമയിലുണ്ട്. കുടുംബത്തിന് ആകെയുള്ള വരുമാനമാണ് അവിടെ ഇല്ലാതാകുന്നത്. എന്നാൽ അവിടെ കരയുകയല്ല അവൾ ചെയ്യുന്നത്. പകരം തന്റെ ഇടത്തോടെ തലയുയർത്തി അതിനെ നേരിടുകയാണ്. ഇടയ്ക്ക് വിങ്ങി കരയുന്ന ഷെറിനെ കാണാമെങ്കിലും പിന്നെ സിനിമയുടെ അവസാനം വരെ അബുവിന് അവൾ കരുത്താകുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ഷെറിൻ തന്റെ കൂടെ ഉണ്ടാകുമെന്നും അവൾ തന്നെ നോക്കുമെന്നുമുള്ള ബോധ്യം അബുവിനുമുണ്ട്. ദാവീദ് എന്ന സിനിമയിൽ കണ്ട ഏറ്റവും പവർഫുള്ളായ ഒരു കഥാപാത്രം തന്നെയാണ് ഷെറിൻ. സിനിമയിൽ ഷെറിനായി എത്തിയത് ലിജോ മോൾ ജോസ് ആണ്. തന്റെ സ്വാഭാവിക പ്രകടനം കൊണ്ട് കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ശ്രദ്ധ നേടിയിട്ടുള്ള നടിമാരിൽ ഒരാളാണ് ലിജോ മോൾ ജോസ്. നടിയുടെ ആദ്യ സിനിമയായ മഹേഷിന്റെ പ്രതികാരം മുതൽ ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളിലൂടെയും കയ്യടി നേടാൻ ലിജോ മോൾക്ക് സാധിച്ചിട്ടുണ്ട്. മഹേഷിന്റെ പ്രതികാരത്തിലെ സോണിയയും കട്ടപ്പനയിലെ ഹൃതിക് റോഷനിലെ കനിയും തുടങ്ങി പിന്നീട് വന്ന എല്ലാ സിനിമയിലും മിന്നുന്ന പ്രകടനമാണ് നടി കാഴ്ചവെച്ചത്. 2021 തമിഴ് ചിത്രമായി ജയ്ഭീമിൽ സെങ്കണിയായി എത്തിയപ്പോൾ ഇന്ത്യ മുഴുവൻ ശ്രദ്ധ നേടാനും അവർക്ക് സാധിച്ചു. പൊന്മാനിന് ശേഷം ഈ വർഷം തിയേറ്ററിലെത്തുന്ന ലിജോ മോളുടെ 2ാമത്തെ സിനിമയാണ് ദാവീദ്. എന്തായാലും ലിജോ മോളുടെ കരിയറിൽ ഏറ്റവും പവർഫുള്ള കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയാകും ദാവീദിലേത്.